റേഡിയോ അവതാരകൻ മൈക്കിൾ സാവേജ് എഴുതിയ വിദ്വേഷം നിറഞ്ഞ കത്തും വീഡിയോയും പങ്കുവച്ചതിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വിവാദങ്ങളുടെ നടുവിൽ. ഇന്ത്യയെയും ചൈനയെയും ഭൂമിയിലെ നരകം എന്ന് വിശേഷിപ്പിക്കുന്ന പരാമർശങ്ങളാണ് ഈ കത്തിലുള്ളത്. അമേരിക്കയുടെ ജന്മനാലുള്ള പൗരത്വ നിയമത്തെ വിമർശിച്ചുകൊണ്ടാണ് മൈക്കിൾ സാവേജ് ഈ കത്തെഴുതിയത്. കത്തിലെ പ്രധാന ആരോപണങ്ങൾ ഇവയാണ്. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ആളുകൾ അമേരിക്കയിൽ വന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിലൂടെ അവർക്ക് എളുപ്പത്തിൽ അമേരിക്കൻ പൗരത്വം നേടിക്കൊടുക്കുന്നു. ഇത്തരത്തിൽ പൗരത്വം നേടുന്ന കുട്ടികൾ വഴി തങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ഇന്ത്യയെയും ചൈനയെയും പോലുള്ള നരകക്കുഴികളിൽ നിന്ന് അമേരിക്കയിലേക്ക് കടത്തുന്നു. കുടിയേറ്റക്കാരെ ലാപ്ടോപ്പുള്ള ഗുണ്ടകളെന്ന് ആക്ഷേപിക്കുന്ന സാവേജ് കാലിഫോർണിയയിലെ സാങ്കേതിക മേഖല ഇന്ത്യക്കാരും ചൈനക്കാരും കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന ആക്ഷേപകരമായ പരാമർശവും നടത്തിയിട്ടുണ്ട്. ഈ പോസ്റ്റാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ചത്. ട്രംപിന്റെ നടപടിക്കെതിരെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഈ പരാമർശങ്ങൾ അത്യന്തം അനുചിതവും അപകീർത്തികരവുമാണ്. യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഇത്തരം വാക്കുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിന് വലിയ ആഘാതമേൽപ്പിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. അതേസമയം പരാമർശം വലിയ വിവാദമാവുകയും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുകയും ചെയ്യുമെന്ന് കണ്ടതോടെ ട്രംപ് പിന്നീട് താൻ ഇന്ത്യയെ ഒരു മികച്ച രാജ്യമായാണ് കാണുന്നതെന്നും ഇന്ത്യയെ നയിക്കുന്നത് തന്റെ അടുത്ത സുഹൃത്താണെന്നും വിശദീകരിച്ചു. അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കുടിയേറ്റ വിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റുവാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ ഇന്ത്യയുൾപ്പെടെയുള്ള സഖ്യകക്ഷികളെ ചൊടിപ്പിച്ചിരിക്കുകയാണ്.